ഇതാ നോക്കി എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ഓക്സാലിസിൻ്റെ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ നമ്മൾ കോമൺലി അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഓക്സാലിസിൻ്റെ ഒരു നല്ല ഷെയ്ഡാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു 2-3 ഷെയ്ഡ് നമുക്കുണ്ട്. പക്ഷേ സെയിലിന് നമുക്ക് എനിക്കൊന്ന് 2 ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഗ്രീനും ഈ ഒരു കളർ മാത്രമേ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളൂ. ഈ ഓക്സാലിസ് നമ്മളിങ്ങനെ ഗാർഡൻ്റെയൊക്കെ സൈഡിൽ നല്ല, അതായത് അധികം വിട്ടുള്ള, അതായത് ഡെപ്ത് കുറവുള്ള നല്ല വിട്ടുള്ള ചട്ടികളിലൊക്കെ ഇങ്ങോട്ട് വെച്ച് കൊടുത്താലുണ്ടല്ലോ ഇതിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞ ആ ട്യൂബ് സക്കർ പോലൊരു സാധനമുണ്ട്, അതിങ്ങനെ വീണ് നിറച്ച് സ്പ്രെഡായിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ബഞ്ചായിട്ട് നിൽക്കും. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ ഗാർഡനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. വളരെ വലിയ നമ്മൾ കൂടുതലായിട്ടൊന്നും കെയർ ചെയ്യൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു ചെറിയ ഫ്ലവറും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ചെറിയ ഫ്ലവറും ഉണ്ട്. പിന്നെ ഇതൊരു എന്താ പറയുന്നത്, പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് വെള്ളം കൂടിയാലും ഒക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉള്ളൊരു പ്ലാന്റാണ്. അപ്പം നല്ല ഡ്രെയിനേജ് കറക്റ്റ് ആയിരിക്കണം. പ്ലാന്റിൽ നമ്മൾ മണൽ കലർന്ന ഒരു പോട്ടിംഗ് മീഡിയം തന്നെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓക്സാലിസ് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. അപ്പോൾ ഈ ഓക്സാലിസിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് സെയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പ്ലാന്റ് സൈസും ഒക്കെയാണ്. അതായത് ഈ ഇരിക്കുന്ന എല്ലാം നമുക്ക് ഓക്സാലിസിന് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. നമ്മളിത് 60 രൂപയ്ക്കാണ് ഈ പ്ലാന്റുകളൊക്കെ കൊടുക്കുന്നത്. ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ. പ്ലാന്റ് സൈസ് കണ്ടോ, ചെറിയ പ്ലാന്റുകളാണ്. അപ്പം ഈ ഒരു ചുവടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും പ്ലാന്റ്. അപ്പം ഇതാ നോക്കി എങ്ങനെയുണ്ട് ഓക്സാലിസ്. ഇത് ഞാനൊരു 6 ഇഞ്ചിരി ചട്ടിയിലോട്ട് ജസ്റ്റ് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു പ്ലാന്റ് എടുത്ത് ഇങ്ങോട്ട് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അവസ്ഥ എന്തായെന്ന് അറിയാമോ? അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ചുകൂടി ഒരു 2-3 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ നമ്മൾ ലേശം വളമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട, പക്ഷേ എന്നാലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നല്ല ബഞ്ചായിട്ട് ഇങ്ങനെ നിൽക്കും. ഈ ഒരു ലീഫിൻ്റെ ചന്തം ഒന്ന് പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ഈ ഓക്സാലിസ്. എനിക്കൊന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും ഓക്സാലിസിൻ്റെ പ്ലാന്റ് ഇഷ്ടമാണെന്ന് തോന്നും. അപ്പോൾ ഇതിൻ്റെ ഗ്രീനിൻ്റെ പ്ലാന്റ് കുറച്ച് പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്, പ്ലാന്റ് ഇഷ്ടപ്പെട്ടോ? അപ്പം ഈ പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.